ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ കഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ യേശുവിൻ്റെ ആ പീഡാസഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നിമിഷങ്ങളാണിത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 188 ഖണ്ഡികയിൽ ഫൗസ്റ്റീനടുത്ത് ഈശോ പറയുകയാണ്. ഫൗസ്റ്റീന ഇങ്ങനെ ഒരു ദിവസം ഈശോയുടെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ ചമ്മട്ടിയടിയാൽ കർത്താവ് ഈശോ മിശിഹ എത്രമാത്രം സഹിച്ചു എന്ന് ദർശിക്കുവാൻ ഇടയുണ്ടായി. അവിടുത്തെ രക്തം നിലത്ത് ഒഴുകി. ചില സ്ഥലങ്ങളിൽ അവിടുത്തെ മാംസം പറഞ്ഞു വീണു. പുറത്ത് ചമ്മട്ടിയടികളാൽ അസ്ഥികൾ കാണാറായി. അതികഠോരമായ പീഡനങ്ങളിലൂടെ യേശു കടന്നുപോയതായിട്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? നമ്മൾ എത്രയോ തവണയാണ് ഈശോയുടെ ക്രൂശരൂപം കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ നിമിഷം ഗാഗുൽത്തായുടെ നെറുകയിൽ നമുക്ക് വേണ്ടി 3 ആണികളാൽ തൂക്കപ്പെട്ട നമ്മുടെ ഈശോയെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കാണാമോ? മകളെ, മകനെ, നിന്റെ ഉൾക്കണ്ണുകൊണ്ട് നീ ഒന്ന് ഈശോയെ ഒന്ന് കണ്ടേ. യെശയ്യാ 52:14 പറയുന്നു, അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ കാൽവരിയിൽ 3 ആണികളാൽ അവൻ വിരൂപനാക്കപ്പെട്ടു. നിന്റെ കണ്ണുകൊണ്ട് നീ ഒന്ന് കണ്ടേ. ഈ സമയത്ത് യേശുവേ മാത്രം ഈ സമയം ഒന്ന് കണ്ടേ. ഈ സമയം വേറെ ഒന്നും ചിന്തിക്കരുത്. ഈശോയുടെ പീഡാസഹനം ഗെത്സമൻ തോട്ടം മുതൽ കാൽവരിയുടെ നെറുകെ വരെ യേശുവ എത്രമാത്രം വേദനകളിലൂടെയാണ് അവൻ കടന്നുപോയത്. മകനെ, മകളെ, നീ ഒന്ന് കണ്ടേ. യേശുവിനെ നീ ഒന്ന് കണ്ടേ. നന്മകൾ ചെയ്ത് മാത്രം കടന്നുപോയ യേശുനാഥൻ
അവന്റെ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചപ്പോൾ എന്തുമാത്രം വേദനയാണ് അവൻ സഹിച്ചത്. മക്കളെ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. പച്ചയായ ശരീരത്തിൽ യേശുവേ, അപ്പാ, നന്മകൾ ചെയ്തൊരാ തിരുക്കരങ്ങളിൽ ആണികൾ ആഴ്ന്നിറങ്ങുമ്പോ ജീവന്റെ നിലയ്ക്കാത്ത തിരുനിണം കാണുന്നു നാഥനെ ക്ഷമിക്കുന്ന തിരുമുഖം. നാഥാ, കാൽവരി നാഥാ, കേൾക്കുന്നു നിൻ ദീനമാം രോദനം. നാഥാ, എന്നെ യേശുനാഥാ, കാണുന്നു നിൻ ശോകമാം ഗദ്ഗതം. പാവനമാം പാദത്തിൽ ചുംബനം നൽകുവാൻ തിരുമുറിവിൻ ആഴങ്ങൾ കാണുവാൻ അടിയനിതാ അണഞ്ഞിടുന്നു. യേശുവേ, നിലമൊഴുകും യേശുവിന്റെ രക്തം തിരുമുറിവുകളിൽ കാണുന്നു ദൈവത്തിൻ സ്നേഹരൂപം. പ്രിയമുള്ളവരെ, പച്ചയായ തന്റെ ശരീരത്തിൽ മുൾക്കിരീടം ചാർത്തിയപ്പോൾ അവനുണ്ടായ വേദന, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. ആത്മാർത്ഥമായിട്ട് ഈശോ സഹിച്ച വേദനകളെ നീ ഒന്ന് ധ്യാനിച്ചേ. നമ്മുടെ യേശു, നമ്മുടെ പൊന്നപ്പൻ എന്തുമാത്രം സഹനങ്ങളിലൂടെ, വേദനകളിലൂടെയാണ് അവർ കടന്നുപോയത്. യേശുവേ, സ്നേഹരാജന്റെ പൊൻശിരസിൽ മുൾക്കിരീടം ചാർത്തിടുമ്പോൾ ജീവന്റെ നിലയ്ക്കാത്ത തിരുനിണം കാണുന്നു നാഥനെ ക്ഷമിക്കുന്ന തിരുമുഖം. നാഥാ, കാൽവരി നാഥാ, കേൾക്കുന്നു നിൻ ശോകമാം ഗദ്ഗതം. നാഥാ, എന്നെ യേശുനാഥാ, കാണുന്നു നിൻ ശോകമാം ഗദ്ഗതം. പാവനമാം പാദത്തിൽ ചുംബനം നൽകുവാൻ തിരുമുറിവിൻ ആഴങ്ങൾ കാണുവാൻ അടിയനിതാ അണഞ്ഞിടുന്നു. ദിനമൊഴുകും യേശുവേ, തിരുമുറിവുകളിൽ അങ്ങയുടെ മുറിവുകൾ കാണുന്നു ദൈവത്തിൻ സ്നേഹരൂപം. യേശുവേ, കരളലിയും മിഴിയോരങ്ങളിൽ കാണുന്നു മിശിഹാതൻ ആർദ്രഭാവം. മിഴിയോരങ്ങളിൽ കാണുന്നു മിശിഹാതൻ
മിശിഹാതൻ ആർദ്രഭാവം കാണുന്നു മിശിഹാതൻ കാൽവരിയിൽ മുറിഞ്ഞ എനിക്കായി മുറിയപ്പെട്ട എന്റെ യേശുവേ, എന്റെ പൊന്നേശുവേ, അടിപ്പിണരുകൾ, ചാട്ടവാറടികൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ, തുപ്പലുകൾ എല്ലാം അങ്ങ് സഹിച്ചുവല്ലോ. ഒറ്റപ്പെടലുകൾ, ഏകാന്തത എല്ലാം അങ്ങ് അനുഭവിച്ചുവല്ലോ. അപ്പാ യേശുവേ, 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 യേശുവേ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. യേശു ഇത്രമാത്രം സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അവിടുന്ന് കാൽവരിയുടെ നെറുകയിൽ പൂർത്തിയാക്കി. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ആ രക്തം ഈ നിമിഷം നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തകൻ പറയുന്നു, 38, 19, 17 തിരുവചനം പറയുന്നു, ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപങ്ങളെ പറ്റി ഞാൻ അനുതപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുവിനെ, എൻ്റെ യേശുവിനെ ഞാൻ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഒന്ന് ഓർത്ത്, ഒന്ന് അവൻ്റെ മുൻപിൽ ഒന്ന് കരഞ്ഞേ. നമുക്ക് വേണ്ടി ചിന്തിയ യേശുവിൻ്റെ രക്തം നമ്മുടെ ശിരസ് മുതൽ ഒഴുകി ഇറങ്ങുവാനായിട്ടൊന്ന് ആഗ്രഹിച്ചേ. നമ്മുടെ പാപങ്ങളെല്ലാം ഒന്ന് ഓർത്തേ. യേശുവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് ഞാൻ. എന്നിട്ടും ആ സ്ഥാനം മറന്ന് യേശുവിനെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഒന്ന് ഓർത്തേ. ഒന്ന് അവന്റെ മുൻപിൽ ഒന്ന് കരഞ്ഞേ. അപ്പാ, പാപിയാണപ്പാ ഞാൻ, എന്നെ ഒന്ന് കഴുകണമേ അപ്പാ. അപ്പാ, ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ മകളാണ്. അപ്പാ പിതാവേ, എന്നോട് കരുണയായിരിക്കണമേ അപ്പാ. യേശുവേ, നീ
വീണുടഞ്ഞ ഒരു മൺപാത്രമാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മുഴുവനും ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകളെ, എൻ്റെ ബലഹീനതകളെ, എൻ്റെ വീഴ്ചകളെ എല്ലാം എൻ്റെ അപ്പാ, എൻ്റെ യേശുവേ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി നമ്മൾ ജീവിച്ചു പോയ നിമിഷങ്ങളെ ഓർക്കാം. എന്നാൽ ഇന്നൊരു തീരുമാനമെടുക്കാം. ആ പാപങ്ങളെല്ലാം ഇവിടെ ഇറക്കി വയ്ക്കാം. ധൂർത്തപുത്രനെ പോലെ ഒരു തിരിച്ചുവരവ്, ഒരു പുതിയൊരു അഭിഷേകം നമ്മളുടെ ജീവിതത്തിൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാം. മക്കളെ, ആത്മാർത്ഥമായിട്ട് സൗന്ദര്യം ആസ്വദിക്കാനാ ധൂർത്തനായ പുത്രനെ പോൽ ഞാൻ നടന്നപ്പോ കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, എന്നോട് കരുണയായിരിക്കണമേ അപ്പാ. യേശുവേ, എന്നെ അങ്ങ് സ്വീകരിക്കണമേ അപ്പാ. എന്നോട് കരുണയായിരിക്കണമേ അപ്പാ. എന്നെ ഒരു പുതിയൊരു സൃഷ്ടിയാക്കി അങ്ങ് മാറ്റണമേ യേശുവേ. യേശുവേ, 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 കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, യേശുവിൻ്റെ സന്നിധിയിൽ നമ്മളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയായിരുന്നു. ഈ സമയത്ത്
അവൻ്റെ അനന്തമായ കരുണ നമ്മളെ താങ്ങുന്ന നിമിഷമാണിത്. നാം ആത്മാർത്ഥമായിട്ട് ചങ്ക പൊട്ടി ദൈവത്തിനു മുമ്പിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിമിഷം പ്രാർത്ഥിക്കുകയായിരുന്നു. നീ വിശ്വസിക്കുക, നിന്റെ പാപത്തിൻ്റെ മേൽ യേശുവിൻ്റെ കരുണ വന്ന് നിറഞ്ഞ നിമിഷമാണിത്. ഇനി നീ പഴയതിനെ ഒന്നും ഓർക്കണ്ട. യേശുവിൻ്റെ ഒരു പുതിയ മകനാണ് നീ, ഒരു പുതിയ സൃഷ്ടിയാണ് നീ. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നിമിഷം കടന്നു വരിക. യേശു നമ്മുടെ സകല പാപങ്ങളും മോചിപ്പിച്ചു. അവൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാക്കി ഒരു തിളങ്ങുന്ന മുത്താക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഇനി ഒരു തീരുമാനമെടുക്കുക. യേശുവിനെ വിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല. 1 തെസ്സലോനിക്കർ 4:7 തിരുവചനം പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ഈ സമയം ആഗ്രഹിച്ചേ. നമ്മൾ മറ്റെല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ നിമിഷം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. യേശു അതിനുള്ള കൃപ നമുക്ക് തരും. നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഈശോയോട് പറയാം, ഈശോയെ, എന്നെ നീ വിശുദ്ധീകരിച്ചു, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള വലിയൊരു കൃപ എനിക്ക് തരണമേ. ആ ഒരു അഭിഷേകവും ആ ഒരു അനോയിന്റിങ്ങും എനിക്ക് തരുന്നതിനായി ഞാനിതാ നന്ദി പറയുന്നു. നിന്റെ തിരുരക്തത്താൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനായി ഈ നിമിഷം ഇതാ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈ സമയം മുഴുവനും നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകുകയും തിരുരക്തത്താൽ സംരക്ഷിക്കുകയും ചെയ്ത ഈശോയെ നന്ദി പറയുന്നു. എല്ലാത്തിനും ഒന്ന് നന്ദി പറഞ്ഞേ. ഈശോയെ നന്ദി പറയുന്നു. അപ്പാ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി പറഞ്ഞേ. ഈശോയെ നന്ദി. ഈശോയെ നിമിഷം അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിതാ നന്ദി പറയും. ഈശോയെ നിന്റെ മകനാക്കി നിന്റെ മകളാക്കി എന്നെ മാറ്റിയതിനായി ഞാനിതാ നന്ദി പറയും. ഈശോയെ, ഈശോയെ എന്നെ ഒരു തിളങ്ങുന്ന മുത്താക്കി മാറ്റിയതിന് ഞാനിതാ നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ നന്ദി. താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി, 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 ഈശോയെ നന്ദി.